ടു മൈ യൂട്യൂബ് ചാനൽ. ലോഫ്റ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിൽ ഒരു മോഡൽ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ സെക്ഷൻ 16 ഇടുക. അതിനുശേഷം അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇനി നമുക്കിതിനെ ചതുര ഷേപ്പിലാക്കാം. 6 പ്രസ് ചെയ്യാം. ഇവിടെ സ്കെയിൽ ചെയ്യും. നേരെ ഓപ്പോസിറ്റ് സ്കെയിൽ ചെയ്യും. ഇവിടെ സ്കെയിൽ ചെയ്യും. സ്കെയിൽ ചെയ്യും. അപ്പോൾ റൗണ്ട് എന്നുള്ളത് മാറി ചതുരനായി മാറി. ഓക്കെ, നമ്മളെന്ത് സെലക്ട് ചെയ്യാം? Ctrl+D. ഒന്നും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇത് രണ്ടും സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്യും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് Ctrl+D. സ്കെയിൽ ചെയ്യുക. കുറച്ച് ഒന്നുകൂടെ സ്കെയിൽ ചെയ്യും. ഈ സർക്കിളിൻ്റെ ഒപ്പത്തിലെത്തി കഴിഞ്ഞാൽ ഷേപ്പ് കറക്റ്റായിട്ട് ഏകദേശം. ഒരു വട്ടം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ചതുരം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഏകദേശം ബാലൻസ് ചെയ്തു. ഇനി ഇത് രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. Ctrl+D, 6 പ്രസ് ചെയ്യുക. സ്കെയിൽ ചെയ്യുക. Ctrl+D കുറച്ചുകൂടെ പൊക്കത്തിലേക്ക് ആക്കിയിട്ട് ഉള്ളിലേക്ക് സ്കെയിൽ ചെയ്യുക. അതുപോലെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ആക്കി വയ്ക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യും. ഇങ്ങനെ മോഡലിലേക്ക് സെലക്ട് ചെയ്ത് ഉള്ളിലിട്ട് സെലക്ട്. സർഫേസിൽ വന്നിട്ട് ലോഫ്റ്റിൻ്റെ ഫംഗ്ഷനിലേക്ക് വരാം. കൺട്രോൾ പോയിൻറ്റ്സ് എടുത്ത് റീസെറ്റ് കൊടുക്കാണ്. പോളിഗൺ, കൺട്രോൾ പോയിൻറ്റ്സ്, ലോഫ്റ്റ്. അപ്പോൾ ബ്ലാക്ക് കളറിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. കാരണം ഉൾഭാഗവും മുകൾഭാഗവും സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ ബ്ലാക്ക് കളറിൽ ക്രിയേറ്റ് ആയിട്ടുള്ള ഇത് മാറ്റാനായിട്ട് മെഷ് ഡിസ്പ്ലേയിൽ വരാം. ഓക്കെ, ഞാൻ 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്മൂത്തായിട്ട് കിട്ടും. അതുപോലെ നമ്മൾ ഈ മെഷ് മാറ്റിയിട്ട് ഈ സർക്കിൾ സെലക്ട് ചെയ്യാം. W പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് താഴേക്ക്. ഓക്കെ, ഇനി നമ്മളിതിന് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഷേപ്പ് ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ സെറ്റായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് ഈ ഹോള് നമുക്ക് ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കർവുകളെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിന് ആദ്യം Alt+Shift+D കൊടുത്ത് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക. അതിന് ശേഷം പോളിഗൺ മാസ്ക് ഇടാം. ഇനി സെലക്ട് ചെയ്ത് കർവ്സ് മാത്രമേ സെലക്ട് ആവുള്ളൂ. അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അതിന് ശേഷം പോളിഗൺ നമ്മുടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. ഇനി ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ ഈ എഡ്ജ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മെർജ്
മെർജ് എഡ്ജസ് ടു സെൻറ്റർ കണ്ടോ. അതുപോലെ ഈ എഡ്ജ് സെലക്ട് ചെയ്യുക, G പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ മെഷ് ക്രിയേറ്റ് ചെയ്യും. സർഫേസിൽ വരണം, ബബിൾ പ്ലസ് കൊടുത്തിട്ട് അതിന് കുറച്ചൊന്ന് മേക്കപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇങ്ങനെ പൊസിഷൻ ചെയ്തു. പിന്നെ എന്ത് ചെയ്യുക, കൺട്രോൾസ് സേവ് ചെയ്യുക വർക്ക്. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൻ്റെ മോഡലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈറ്റിങ്ങിൻ്റെ പാർട്ടാണ്. ലൈറ്റിങ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe my channel.